സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയുടെ പൊന്നുമക്കളെ, നമുക്കിപ്പോൾ കുറച്ച് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്വർണം എന്തെങ്കിലും കൊണ്ടേ പണയം വയ്ക്കും. പണയം വെച്ച് നമ്മൾ 1,00,000 രൂപ അത്യാവശ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ ഒരു 4 പവൻ്റെ സ്വർണം നമ്മൾ പണയം വെച്ച് 1,00,000 രൂപ നമുക്ക് കിട്ടി. ഒന്ന് വിചാരിക്കുക, നമ്മൾ ഒരു മാസം കൊണ്ട് ആ പൈസ എല്ലാം ചിലവഴിച്ചു. നമ്മൾ പണയം വെച്ച സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ സ്വർണം ഇങ്ങോട്ട് തായെന്ന് പറഞ്ഞാൽ അവർ പറയും തരാം, 1,00,000 രൂപയും അതിൻ്റെ പലിശയും തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ സ്വർണം തരാം, സ്വർണ്ണമാല തരാമെന്ന് പറയും. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് നമുക്കറിയാം. നമ്മൾ പറയുകയാണ് എൻ്റെ കയ്യിൽ പലിശയില്ല, മുതൽ തരാമെന്ന് പറഞ്ഞാൽ അവർ തരുമോ? ഇല്ല. പക്ഷെ പൊന്നു മക്കളെ, ഞാൻ ഈ ഒരു സ്വർണം പണയം വയ്ക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അത് മറ്റൊന്നുമല്ല. ഈ ലോകത്തിൻ്റെ ഈ ലോക സുഖങ്ങളുടെ, തെറ്റായ സുഖങ്ങളുടെ, സന്തോഷങ്ങളുടെ അധിപൻ സാത്താനാണ്. ലോകത്തിൻ്റെ അധികാരി എന്ന് ഈശോ അവനെ വിളിക്കുന്നത്. അവൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷിക്കണം എന്ന് പറയുമ്പോൾ അവൻ എന്താ പറയുന്നറിയാം? തീർച്ചയായിട്ടും ഞാനെല്ലാം നിനക്ക് തരാം, പകരം നിന്നെ എനിക്കിവിടെ പണയമായിട്ട് വെക്കണം. എന്തൊക്കെയാണ് പിശാചിന് പണയമായിട്ട് കൊടുക്കേണ്ടത്? എൻ്റെ ആത്മാവിനെ, അതുപോലെ ഈശോയുടെ പൊന്നുമക്കളെ, എൻ്റെ ഐശ്വര്യത്തെ, എൻ്റെ സാമ്പത്തിക ഭദ്രതയെ, എൻ്റെ മക്കളെ, അവരുടെ ആരോഗ്യത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത പങ്കാളിയെ, സ്വസ്ഥവും ശാന്തവുമായ എൻ്റെ ജീവിതത്തെ ഞാൻ അവൻ്റെ മുമ്പിൽ അടിയറഞ്ഞിട്ട് എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ലോക സുഖങ്ങൾ, സന്തോഷങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള ഒരു ദാഹം, ഒടുക്കത്തെ ദാഹം അവൻ തരും വാരിക്കോരി. എന്നിട്ട് അവൻ ചവിട്ടി പിടിക്കും എൻ്റെ കുടുംബത്തെ. ഈശോയുടെ പൊന്നുമക്കളെ, ഞാനപ്പോൾ എല്ലാം മറക്കും. ഞാൻ എൻ്റെ കുടുംബത്തെ മറക്കും, എൻ്റെ ഐശ്വര്യത്തെ മറക്കും, എൻ്റെ സമ്പത്തിനെ മറക്കും, ദൈവം എനിക്ക് ദാനമായി നൽകുക ആരോഗ്യത്തെ എല്ലാം മറക്കും. എനിക്ക് പിശാച്, ലോകം, ശരീരം, പിശാച്, ഈ 3 ത്രിവിധ സുഖ അവർ തരുന്ന സന്തോഷങ്ങളിൽ ഞാനിങ്ങനെ മുഴുകി ഇങ്ങനെ ജീവിക്കും. അവസാനം എല്ലാം കഴിഞ്ഞ് അസ്വസ്ഥനായി, എല്ലാം കഴിഞ്ഞ് ഞാൻ പിശാചിൻ്റെ അടുത്ത് എന്നിട്ട് പറയണേ, എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെ എൻ്റെ വ്യക്തിത്വത്തെ എന്ന് ചോദിച്ചാൽ ഈശോയുടെ പൊന്നു മക്കളെ അവൻ പറയും സാധ്യമല്ല. നീ പണയപ്പെടുത്തിയിട്ട് ഞാനെല്ലാം എൻ്റെതായിട്ടുള്ള എല്ലാം നിനക്ക് തന്നു, അതെല്ലാം സുഖിച്ചതിന് ശേഷം ഇതെല്ലാം എൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കും, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇതിനോട് ചെയ്യുമെന്ന് പറയും. ഈശോയുടെ പൊന്നു മക്കളെ, പണയം എടുത്തില്ലെങ്കിൽ ലേലം വിളിച്ച് വിൽക്കുമ്പോൾ എന്ത് സങ്കടമായിരിക്കും അല്ലേ? നമുക്കറിയാം, ചെറുപ്പകാലങ്ങളിലൊക്കെ അമ്മച്ചിമാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വള പോയി, എൻ്റെ മാല പോയി, അവർ ലേലം വിളിച്ചു, സങ്കടമാണ് അല്ലേ? ഈശോയുടെ പൊന്നുമക്കളെ, സാത്താൻ ഇത് തന്നെ പറയും, നീ എല്ലാം ആസ്വദിച്ചു, ഇനി നീ വന്നിരിക്കുകയോ ഒരു രക്ഷയില്ല. ഈശോയുടെ പൊന്നുമക്കളെ, ആര് വിടുതൽ ധനം അവന് കൊടുക്കും? ആരെന്നെ സ്വതന്ത്രനാക്കും? ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല നിന്നെ അവൻ്റെ പിടുത്തത്തിൽ നിന്ന്, അവൻ്റെ പണയ വസ്തുവായിട്ട് നീ മാറി, നിന്റെ കുടുംബം മാറി, മക്കൾ മാറി. അതിനാൽ നിന്റെ മക്കൾ അനുസരണയില്ലാത്തവരായി, താന്തോന്നികളായി, തല്ലിപ്പൊളികളായി, കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാതായി, കുടുംബത്തിൽ അസമാധാനമായി,
നമ്മുടെ കുടുംബം ഒരു ചന്ത പോലെയായി. ഒച്ചയും ബഹളവും വഴക്കും. അപ്പം പറയണത് മക്കൾക്ക് മനസ്സിലാവില്ല, മക്കൾ പറയണത് അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഒക്കെ പാടി ബഹളം. ഈശോയുടെ പൊന്നു മക്കളെ, ഈ സമയത്താണ് കർത്താവെ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, ഹാവ് മെർസി ഓൺ മീ എ സിന്നർ. പാപിയായ എന്നോട് കരുണ തോന്നണേ ഈശോയെ. അങ്ങനെ ഒരു നിശ്വാസം കൊണ്ട് സ്വന്തമാക്കാൻ സാധിക്കുന്ന നമ്മുടെ ഈശോ ആ സമയത്ത് ഓടി വരും. അവൻ പിശാചിനോട് പറയും, കൊടുക്ക അവരുടെ മേലുള്ള നിന്റെ ആധിപത്യം നീ അവസാനിപ്പിക്കുക, വിട്ടുപോ അവരുടെ കുടുംബത്തിൽ നിന്ന്. ഈശോ പറയും. ഈശോ തൻ്റെ തിരുരക്തം കൊടുത്ത് ഈശോയുടെ പൊന്നുമക്കളെ പാപത്തിൻ്റെ മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി വിടുതൽ ധനമായി യേശു നൽകിയത് അവിടുത്തെ തിരുരക്തമാണ് എന്ന് തിരിച്ചറിയാം. ഞാനും നിങ്ങളും ഈശോയുടെ തിരുച്ചോര കൊണ്ട് സ്വതന്ത്രരായവരാണ്. എന്നിട്ട് ഈശോ തരുന്നൊരു സന്തോഷമില്ലേ, സമാധാനമില്ലേ? കുടുംബത്തിൽ പിന്നെ പ്രാർത്ഥനയായി, കുടുംബത്തിൽ ബൈബിൾ വായനയായി. ഈശോയുടെ പൊന്നുമക്കളെ, നമ്മൾ സുപ്രധാനമായി ചെയ്യേണ്ട പലതും നമ്മൾ ചെയ്യാതെ അപ്രധാനമായി കരുതുന്ന നമ്മൾ പലതും നമ്മുടെ കുടുംബത്തിലേക്ക് വലിച്ചുകൊണ്ടുവരും. സുപ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് യേശു കേന്ദ്രീകൃതമായിരിക്കണം എൻ്റെ കുടുംബം. അതിന് വില കൊടുക്കണം. കുടുംബനാഥ, മക്കള് അതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു ഉറച്ച തീരുമാനം എടുക്കണം. എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി മാറും, ഞാൻ മാറ്റും. ആ ഒരു ദൃഢനിശ്ചയത്തിന്റെ മുമ്പിൽ സാത്താൻ പത്തി മടക്കി അവൻ സ്ഥലം വിടും. ചാഞ്ചാട്ടുള്ള ഹൃദയങ്ങളിലാണ് അവൻ ആധിപത്യം പുലർത്തുക. ഈശോയുടെ പൊന്നുമക്കളെ, എൻ്റെ കുടുംബം അന്ധകാരത്തിലാവാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്ത് വില കൊടുത്തും എൻ്റെ കുടുംബം സന്തോഷവും സമാധാനവും ഉള്ളതാക്കി ഞാൻ മാറ്റും. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പള്ളിയിൽ പോകും, ഞാൻ ബൈബിൾ വായിക്കും, ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കും, എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കും. ഞാനായിട്ട് എൻ്റെ കുടുംബത്തിൽ ഒരു അസമാധാനം ഉണ്ടാക്കുകയില്ല. ഈശോയുടെ പൊന്നുമക്കളെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, പൊന്നീശോയെ, ഞങ്ങള് പ്രലോഭനത്തിലകപ്പെട്ട് ഞങ്ങൾക്കുള്ള സമ്പത്തിനെ, ആരോഗ്യത്തെ, ഞങ്ങളുടെ മക്കളെയെല്ലാം പിശാചിന് പണയപ്പെടുത്തി സുഖലോലുപതയിൽ മുഴുകി. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. മാപ്പ് കർത്താവേ. അങ്ങ് ഞങ്ങളെ ജ്ഞാനം കൊണ്ട് നിറച്ച് ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകി, സുബോധമുണ്ടായി. ഈ അവസ്ഥ ഞാൻ തുടർന്നാൽ എൻ്റെ കുടുംബം തകരും, എൻ്റെ മക്കൾ നശിക്കും. സാത്താൻ പിടിച്ചുകൊണ്ടുപോകും എൻ്റെ മക്കളെ. ഞാൻ അപമാനിതനാവും. അതിനാൽ ഞാനിനി സാത്താനിൽ നിന്ന് ഒരു ആനുകൂല്യവും സ്വീകരിക്കില്ല. മദ്യപാനം, പുകവലി, മ്ലേച്ഛ കൂട്ടുകെട്ടുകൾ, അശുദ്ധ ജീവിതം ഒന്നിനും ഞാൻ വഴങ്ങില്ല. ഒരു പാപത്തിൽ ഞാൻ വീഴില്ല. ഒരു ഉറച്ച തീരുമാനം. ഈശോയുടെ പൊന്നുമക്കളെ, ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനാണെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മക്കളെ, ദൈവം നിങ്ങളെ
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.